മലയാളികളുടെ മനസ്സ് മുഴുവൻ അങ്ങ് വയനാട്ടിലാണ്. തങ്ങളെക്കൊണ്ടാകുന്ന രീതിയിൽ ദുരന്തഭൂമിയിൽ ഒരു കൈ സഹായം എത്തിക്കാൻ ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ നേരിട്ട് ചെന്ന് സൈനികർക്കുൾപ്പെടെ രക്ഷാപ്രവർത്തകർക്ക് ചായയോ കാപ്പിയോ ഇട്ടുകൊടുക്കാൻ പോലും ആഗ്രഹിക്കുന്നവരുണ്ട്. വയനാട്ടിലേക്ക് പോകാൻ അനുവാദം ലഭിക്കുമോ എന്നുള്ള സാധാരണക്കാരുടെ അന്വേഷണങ്ങളും വരുന്നുണ്ട്. വയനാട്ടിൽ ഒന്ന് പോകണമെന്നുണ്ട്. പോകാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവിടെ ആ പ്രയാസം അനുഭവിക്കുന്ന പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തകരായിരിക്കുന്നവർക്ക് കുറേ കാപ്പി ചായയൊക്കെ ഇട്ട് കൊടുക്കണമെന്നുള്ളൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് യാതൊരു സാധ്യത എൻ്റെ മുമ്പിൽ കാണുന്നില്ല. അങ്ങനൊന്ന് ഒരു അവസരം കിട്ടിയാൽ ഞാനിവിടുന്ന് പൊക്കോളാം. കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും അങ്ങനത്തെ സാധ്യതയുണ്ടെങ്കിൽ എന്നെ ഒന്ന് വേഗത്തിൽ അറിയിക്കണേ. അവിടെ ആ ഭാഗത്തൊക്കെ ഈ കാപ്പി ചായയൊന്നും കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ, ഒന്ന് അറിയിക്കണേ. മലയാളികൾ മുഴുവൻ മനസ്സ് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഒരു ആഘോഷം വലിയ വിമർശനത്തിനിടയാക്കി. പന്തളം നഗരസഭയിൽ വെൽനസ് സെന്ററിന്റെ 1ാം വാർഷികം നഗരസഭാ അധികൃതർ കേക്ക് മുറിച്ചാഘോഷിച്ചതാണ് വിമർശനത്തിന് ഇടയാക്കിയത്. വയനാട് ദുരന്തത്തെ തുടർന്ന് ദുഃഖാചരണമുള്ളതിനാൽ ചെറിയ രീതിയിൽ മാത്രം 1ാം വാർഷികം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാണ് നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷ് കേക്ക് മുറിച്ചത്. ഇപ്പം സെക്കൻഡ് ഘട്ടം എന്ന നിലയിൽ നമുക്ക് ഇതിന് വീണ്ടും ഫണ്ട് വരികയാണ്, ഇതിന്റെ മോഡിഫിക്കേഷനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഇവിടെ ഒരു നല്ല രീതിയിൽ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ വാടക കെട്ടിടത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി വരും വർഷങ്ങളിൽ നമുക്ക് സ്വന്തമായി ഒരു ഭൂമി കണ്ടെത്തി തന്നെ നല്ല രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കാനായിട്ടൊക്കെ സാധിക്കണം. അതിന് നമ്മുടെ നാട്ടുകാരായ നിങ്ങളുടെ സഹായങ്ങൾ വേണം. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അസുഖം ഒരിക്കലും വരരുതെന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ താൻ പോയെന്നും വയനാട് ദുരന്തം താൻ ചടങ്ങിൽ പരാമർശിച്ചിരുന്നു എന്നുമാണ് നഗരസഭ അധ്യക്ഷയുടെ വിശദീകരണം. ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും ഒരു ദുരന്തത്തിൽ നാട് മുഴുവൻ തേങ്ങുമ്പോൾ കേക്ക് മുറിച്ചുള്ള 1ാം വാർഷികാഘോഷ ചടങ്ങ് ഒഴിവാക്കേണ്ടതായിരുന്നു. വയനാട്ടിലെ ദുരന്തമുഖത്ത് അഹോരാത്രം പ്രവർത്തിക്കുന്ന സൈനികർക്ക് ഒരു ചായയോ കാപ്പിയോ അവിടെ ചെന്ന് ഇട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ പോലും ഉണ്ട് എന്ന് മറക്കാതിരിക്കുക. വയനാട്ടിൽ ഒന്ന് പോകണമെന്നുണ്ട്. പോകാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവിടെ ആ പ്രയാസം അനുഭവിക്കുന്ന പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തകരായിരിക്കുന്നവർക്ക് കുറേ കാപ്പി ചായയൊക്കെ ഇട്ട് കൊടുക്കണമെന്നുള്ളൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് യാതൊരു സാധ്യത എൻ്റെ മുമ്പിൽ കാണുന്നില്ല. അങ്ങനൊന്ന് ഒരു അവസരം കിട്ടിയാൽ ഞാനിവിടുന്ന് പൊക്കോളാം. കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും അങ്ങനത്തെ സാധ്യതയുണ്ടെങ്കിൽ എന്നെ ഒന്ന് വേഗത്തിൽ അറിയിക്കണേ. അവിടെ ആ ഭാഗത്തൊക്കെ ഈ കാപ്പി ചായയൊന്നും കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ, ഒന്ന് അറിയിക്കണേ. റിപ്പോർട്ടർ, പത്തനംതിട്ട.